നമസ്കാരം. വിളിച്ചുണർത്തിയിട്ട് ചോറില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അവസ്ഥ. സംഘടനകളെ കൂട്ടുപിടിക്കാൻ മത്സരം വെച്ച് ഓടി നടന്ന സതീശന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. മാരാമൺ കൺവെൻഷനിൽ ഇലയിട്ടിട്ട് ഇപ്പോൾ ചോറില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആദ്യം കൺവെൻഷനിലേക്ക് ക്ഷണിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അതാ സതീശനെ കൺവെൻഷനിൽ നിന്നും അങ്ങ് വെട്ടിയിരിക്കുകയാണ്. പെന്തക്കോസ് സഭയുടെ കൺവെൻഷനിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ പ്രതിപുരുഷനായെങ്കിൽ മാരാമൺ കൺവെൻഷനിൽ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണമില്ല. കൺവെൻഷനിലെ പ്രാസംഗികനായി പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടെന്ന കാര്യം വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. കൺവെൻഷന്റെ ഭാഗമായി ഫെബ്രുവരി 15 നടക്കുന്ന യുവജന സമ്മേളനത്തിൽ സതീശൻ പ്രസംഗിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന വാർത്ത. ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അംഗീകരിച്ച യുവവേദിയുടെ പട്ടിക പുറത്തു വന്നതോടെ ആ പട്ടികയിൽ സതീശനില്ല. ജോണി ടോം വർഗീസ്, IAS ജഡ്ജി ഡോണി തോമസ് വർഗീസ്, അടൂർ കടമ്പനാട് ഭദ്രാസനം മെത്രോപൊലിത്ത ഡോക്ടർ സക്കറിയ മാർ അപ്രേം മെട്രോപൊളിറ്റൻ, മിസേൽ വനിത, ഡോക്ടർ ടെസി തോമസ് എന്നിവരുടെ പേരുകളാണ് ഉള്ളത്. മാരാമൺ കൺവെൻഷന്റെ 130 വർഷത്തെ ചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും സംബന്ധിക്കാറുണ്ടെങ്കിലും പ്രസംഗിക്കാൻ അവസരം ലഭിക്കാറില്ല. അപൂർവമായി മാത്രമേ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവർ പ്രസംഗിച്ചിട്ടുള്ളൂ. സുവിശേഷ യോഗങ്ങളായതിനാൽ ക്രൈസ്തവ വിഭാഗത്തിന് പുറത്തുള്ളവർ പ്രസംഗിച്ചിട്ടുള്ളതും അപൂർവം തന്നെ. 1935 എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ ക്ഷണപ്രകാരം CV കുഞ്ഞിരാമൻ പ്രസംഗിച്ചിരുന്നു. തിരുവിതാംകൂറിലെ ജാതി സമ്പ്രദായത്തിൽ മനംനൊന്ത അദ്ദേഹം ഈഴവരുടെ കൂട്ടായ മതം മാറ്റത്തെക്കുറിച്ചുള്ള ചിന്ത കൺവെൻഷനിൽ പങ്കിട്ടത് വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു. ഇത്തരം സാമൂഹിക സമ്മർദ്ദങ്ങളുടെ കൂടി വെളിച്ചത്തിലായിരുന്നു പിറ്റേ വർഷത്തെ ക്ഷേത്രപ്രവേശന വിളംബരം. 1974 യൂഹാനോഡ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ ക്ഷണപ്രകാരം മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോനും പ്രസംഗിച്ചു. സഭകൾ കമ്മ്യൂണിസവുമായി ഏറെ അകന്നു നിന്നിരുന്ന കാലമായിരുന്നു അത്. മുൻവർഷം ശശി തരൂർ കൺവെൻഷന്റെ ഭാഗമായി നടന്ന യുവജന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. യുവജനങ്ങളുടെ കുടിയേറ്റമായിരുന്നു വിഷയം. മാരാമൺ കൺവെൻഷന്റെ ഭാഗമായി നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്കുള്ള ക്ഷണം കിട്ടിയതിന്റെ സന്തോഷം സതീശൻ പങ്കുവച്ചിരുന്നു. എന്നാൽ സഭ കാണിച്ച അവഗണനയിൽ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുകയാണിപ്പോൾ സതീശൻ.